ഓർമ്മയ്ക്കായി ഭാഗം 73. കുറച്ച് റൊമാൻസാണേ, ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അവൻ ഒന്നുകൂടി അവളുടെ നെഞ്ചിലേക്ക് പതിഞ്ഞു കിടന്നു. അവളുടെ ശ്വാസഗതി നിന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. പറയാമോ, എന്നിലെ ഭ്രാന്തിനെ, എന്നിലെ നരിയെ നീ ആഗ്രഹിക്കുന്നില്ലേ അമ്മു? ദേ ഇപ്പോൾ പോലും ആൽഫി ചോദിച്ചു. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചാനലിലെ ആ ഭ്രാന്തിനെ, ഈ ചാനലിലെ ആ നരിയെ, ആ ഭ്രാന്തനിലെ എല്ലാ പ്രവൃത്തികളും, ആ നരിയെയും ആ നരിയുടെ ആക്രമണവും എല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട്, ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വശ്യമായ ഒരു പുഞ്ചിരി, തന്നെ അത്രമാത്രം തളർത്തുന്ന ഒരു പുഞ്ചിരി. അമ്മു മനസ്സിലോർത്തു. അമ്മു, നിൻ്റെ ഈ ചായൻ കുറച്ച് ഭ്രാന്ത് കാണിക്കാൻ പോവാ, റെഡിയാണോ അമ്മൂസേ? ആൽഫി ചോദിച്ചു. അവൾ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു. അവൻ്റെ ഇരു കയ്യാലെ അവളുടെ മാറിടം ഞെരിച്ചുടച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇച്ഛായ വേദനിക്കുന്നു, അവൾ പറഞ്ഞു. വേദനിക്കുമല്ലോ, ഞാൻ നരിയാണെന്നല്ലേ നീ പറയുന്നത്? അപ്പോൾ നരി വേട്ട തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അവൻ്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് വെച്ചു. വളരെ പതിയെ അവളുടെ കഴുത്തിൽ ഒന്ന് കടിച്ചു. ഇച്ഛായ, അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ തലമുടിയിൽ ആഞ്ഞു വലിച്ചു. അപ്പോഴും അവൻ അടർന്നു മാറാൻ വിസമ്മതിച്ചുകൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിൽ നുണഞ്ഞു. അവൻ്റെ നാവ് കഴുത്തിൽ നിന്നും പതിയെ താഴേക്ക് വന്നു. ഒരു കൈകൊണ്ട് അവളുടെ തോളിൽ നിന്നും ഡ്രസ്സ് വലിച്ചു താഴ്ത്തി അവിടെ ചുംബിക്കുകയും പതിയെ നുണഞ്ഞും അവൻ താഴേക്ക് വന്നു. ഡ്രസ്സിന് മുകളിൽ കൂടി തന്നെ അവളുടെ മാറിനെ അവൻ കടിച്ചു. അവളിൽ നിന്നും ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. കഴുത്ത് പിന്നിലേക്ക് വളഞ്ഞ് അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി. അവൻ്റെ വലത് കൈ അവളുടെ ഇടത് മാറിൽ അമരുമ്പോൾ അവൻ്റെ പല്ലുകൾ അവളുടെ വലത് മാറിൽ അമർന്നു. രണ്ടു മാറിനെയും ഞെരിച്ചും കടിച്ചും അവൻ അവളെ വിവശയാക്കി. അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. ഇച്ഛായ, അവൾ വിളിച്ചതും അവൻ മുഖമുയർത്തി അവളെ നോക്കി. പതിയെ കടിച്ച് അവളുടെ കീഴ്ചുണ്ടിനെ അവൻ നുണഞ്ഞു. അവിടെ നിന്നും മേൽചുണ്ടിലേക്കും അവൻ്റെ ചുണ്ടുകൾ ചേക്കേറി. അവളുടെ പല്ലുകൾക്കിടയിലൂടെ അവൻ അവൻ്റെ നാവിനെ ഉള്ളിലേക്ക് കടത്തി. അവളുടെ നാവിനെ അവൻ കടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് നുണഞ്ഞു. ഇരുവരും പരസ്പരം മതിമറന്ന് നുണഞ്ഞും ചുംബിച്ചും കൊണ്ടിരുന്നു. രണ്ടുപേരുടെയും ശരീരം രതിയുടെ ചൂട് പിടിച്ചു തുടങ്ങി. അവൻ അവളുടെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. അവൻ തന്നെ അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഊരിമാറ്റി. അവളുടെ ഉയർന്നു താഴുന്ന മാറിടത്തെ അവൻ സ്വതന്ത്രമാക്കി. വല്ലാത്തൊരു ഭാവത്തോടെ അവൻ നോക്കുന്നത് കണ്ടതും അവളുടെ കൈകൾ ബെഡ്ഷീറ്റിലേക്ക് നീണ്ടതും അത് മനസ്സിലായതുപോലെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ അടച്ചു. അവളുടെ മാറിലേക്ക് അവൻ്റെ മുഖം അമർന്നു. അവൾ ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങിപ്പോയി. അവൻ അവളെ അടക്കി പിടിച്ചുകൊണ്ട് കാലുകൾ കൊണ്ട് അവളുടെ കാലുകൾ തമ്മിൽ കയറ്റി വെച്ച് അവളെ ബ്ലോക്ക് ചെയ്തു. അവൻ്റെ കൈകൾ അവളുടെ ബാക്കിയുള്ള വസ്ത്രങ്ങളെയും അഴിച്ചു മാറ്റാൻ തുടങ്ങി. ഇപ്പോഴും അവൻ്റെ നാവും പല്ലും ചുണ്ടുമെല്ലാം അവളുടെ മാറിനെ നുണഞ്ഞും ചുംബിച്ചും കൊണ്ടിരുന്നു. അവൻ്റെ ഉമിനീരിൻ്റെ ചൂട് അവളുടെ മാറിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അവൻ്റെ നെഞ്ചിൻ്റെ തണുപ്പ് അവളുടെ ശരീരത്ത് അറിയാൻ തുടങ്ങി. അവൾ കണ്ണുകൾ മുറുക്കിയടച്ച് മുഖം പില്ലോയിലേക്ക് അമർത്തി. അവൻ അവളുടെ ഇരുമാറിനെയും നുണഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം പതിയെ താഴേക്ക് വന്നു. അവൻ്റെ ചുണ്ടും കൈകളും നാവുകളും എല്ലാം അവളിൽ മാന്ത്രികത തീർത്തു. അവൾ പിടഞ്ഞുകൊണ്ട് അവനെ മുറുകെ പുണർന്നു. അവളുടെ ഭംഗിയുള്ള വടിവൊത്ത വയറിൽ അതിൻ്റെ ഭംഗി കൂട്ടാനായുള്ള ആ പൊക്കൽ ചുഴിയിലും അവൻ്റെ നാവ് കുത്തിയിറങ്ങി. അവൾ അരക്കെട്ട് ഉയർന്ന് പൊങ്ങാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ അരക്കെട്ട് കൊണ്ട് തന്നെ അവൻ അവളെ ബലമായി താഴ്ത്തി. അവളുടെ അണിവയറിൽ അവൻ പല്ലുകൾ ആഴ്ത്തി. അവൻ ഉയർന്നു വന്ന് അവളുടെ ചുണ്ടിൽ പതിയെ കടിച്ചു വലിച്ചു.
അവൾ തിരികെ അവൻ്റെ കീഴ്ചുണ്ടിനെയും കടിച്ച് വേദനിപ്പിച്ചു. അവൻ വീണ്ടും ചുംബിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. അവളുടെ മാറിനെ തഴുകിയും ചുംബിച്ചും വീണ്ടും വയറിലെത്തി. പതിയെ അവിടെ നിന്നും ഇറങ്ങുന്നതറിഞ്ഞതും അമ്മു കണ്ണുകൾ വിടർത്തി. 2 കൈകളും പില്ലോയുടെ ഇരുഭാഗത്തും അമർന്നു. അവൻ അവളുടെ തുടയിൽ അമർത്തിക്കടിച്ചു. ഇച്ഛായ! അവൻ്റെ കൈകൾ അവളുടെ പെൺമയിൽ അമർന്നതും അവൾ ഒന്ന് പിടഞ്ഞു പോയി. അവളുടെ കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞു പോയിരുന്നു. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ അറിയാതെ അവളുടെ പെൺമയിലേക്ക് പോയി. അവൻ അവിടെ തഴുകിക്കൊണ്ട് അമർത്തി ചുംബിച്ചു. അവൾ പിടഞ്ഞു പൊങ്ങി. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു. ഇനിയും തനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നി അവൾ പെട്ടെന്ന് അവനെ തള്ളി. ആസ്വദിച്ച് സ്വയം മറന്നു നിന്ന ആൽഫി പെട്ടെന്നായതുകൊണ്ട് മറിഞ്ഞ് ബെഡിലേക്ക് വീണു. ആ നിമിഷം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവിടെ കടിച്ചു നുണഞ്ഞു. അവൻ്റെ കഴുത്തിൽ മുഴുവനും അവളുടെ ഉമിനീരിനാൽ കുതിർന്നു. അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവനെ നെറ്റിയിൽ നിന്നും തുടങ്ങിയ ചുംബനം അവൻ്റെ നെഞ്ചിൽ വന്ന് നിന്നു. അവളുടെ ഓരോ പ്രവൃത്തിയും അവനെയും ആവേശത്തിലാക്കിക്കൊണ്ടിരുന്നു. അവളുടെ മുഖം പതിയെ താഴേക്ക് പോകുന്നു എന്നറിഞ്ഞ ആൽഫിയിൽ നിന്നും ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു. അവളുടെ പ്രവൃത്തികൾ അവനെയും ആവേശത്തിലാക്കി. പെട്ടെന്ന് തന്നെ അവൻ അവളെ മറച്ചിട്ടുകൊണ്ട് എഴുന്നേറ്റ് അവളെ വലിച്ച് ബെഡിലേക്കിട്ടു. അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു. 2 പേരും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ എൻ്റെ ഒപ്പം, അവൻ പതിയെ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞതും അവൾ വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. ഓഹ്, സമ്മതിക്കില്ല ഈ പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. ആ സമയം അവൻ്റെ അരക്കെട്ട് അവളുടെ അരക്കെട്ടിലേക്ക് പതിയെ ചേർത്ത് വെച്ചു. 2 പേരുടെയും ശബ്ദങ്ങൾ മുറിയിൽ നിറഞ്ഞു. ദീർഘനേരം നിന്ന പ്രണയ കേളികൾക്ക് ശേഷം അവൻ അവളിലേക്ക് പെയ്തിറങ്ങി. ആൽഫി അവളുടെ മാറിലേക്ക് തന്നെ തളർന്നു വീണു. 2 പേരുടെയും ശ്വാസഗതി ക്രമം തെറ്റി മിടിക്കുന്നുണ്ടായിരുന്നു. വിയർത്തൊലിച്ച് കിടക്കുന്ന പെണ്ണിൻ്റെ മാറിൽ ആ വിയർപ്പിൽ അവൻ മുഖം ചേർത്ത് വെച്ച് വീണ്ടും അവളുടെ മാറിനെ നുണഞ്ഞു. മാറിലെ വിയർപ്പിൽ അവൻ അവൻ്റെ മുഖം ചേർത്ത് വെച്ചു. അവൾക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലായതും അവൻ അവളിൽ നിന്നും അടർന്നു മാറി. അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. പതിയെ അവൻ്റെ കൈകൾ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. സീമന്തരേഖയിലെ സിന്ദൂരം പടർന്ന് നെറ്റിയിൽ ആകെ പടർന്നു കിടക്കുന്നത് കണ്ട ആൽഫി അവളെ നോക്കി. നീ ഇങ്ങനെ നോക്കല്ലേ അമ്മു? ഈ പടർന്നു കിടക്കുന്ന ഈ കുങ്കുമവും കൺമഷി പടർന്നു കിടക്കുന്ന ഈ കണ്ണുകളും ചോര പൊടിഞ്ഞു നിൽക്കുന്ന ഈ ചുണ്ടുകളും എന്നെ വീണ്ടും ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അവൻ പറഞ്ഞുകൊണ്ട് തലയുയർത്തി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. അവൻ്റെ മുഖമാകെ അവളുടെ കുങ്കുമം പടർന്നു കിടക്കുന്നത് അവളും കണ്ടു. അവൾ ഒരു പുഞ്ചിരിയോടെ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. 2 പേർക്കും നല്ല ക്ഷീണമുണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. ആൽഫിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അമ്മു കണ്ണുകൾ തുറന്നത്. കണ്ണ് തുറന്നതും കണ്ടു തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ആൽഫിയെ. ഇച്ചായ, അവൾ വിളിച്ചു. എന്താടി പെണ്ണേ, ഈ ഫോൺ റിങ് ചെയ്യുന്നു, അവൾ പറഞ്ഞു. അവിടെ കിടക്കട്ടെ, അവൻ പറഞ്ഞു. ഇടുക്ക്, കുറേ നേരമായി, അമ്മ പറഞ്ഞു. ഈ പെണ്ണ് എന്ന് പറഞ്ഞ് കുറുകിക്കൊണ്ട് കണ്ണ് തുറക്കാതെ തന്നെ അവളുടെ കവളിൽ ഒന്ന് പിടിച്ചു. അവിടെ അവൻ ചുണ്ടുകൾ ചേർത്തു. പിന്നെ തിരിഞ്ഞ് കൈയെത്തിച്ച് ഫോൺ എടുത്തു. ഹലോ. ഫോൺ എടുത്തതും ഹലോ ആൽഫി, എനിക്ക് പേടിയാകുന്നു ആൽഫി. അപ്പു അവളെന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ആൽഫി? അഗ്നിയുടെ ശബ്ദം കേട്ടതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ ഫോണിലേക്ക് സമയം നോക്കി. പിന്നെ വീണ്ടും ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട്, എൻ്റെ അഗ്നി, നേരമൊന്ന് വെളുക്കട്ടെ, എന്നിട്ട് നീ പോയി കാണ്. എന്നിട്ട് നിനക്ക് പറയാനുള്ളതെല്ലാം പറയേ. അവളുടെ മനസ്സിൽ നീയുണ്ട്, അതെനിക്ക് ഉറപ്പാണ്, ആൽഫി പറഞ്ഞു. അപ്പോഴും തൻ്റെ നഗ്നമായ നെഞ്ചിൽ നഗ്നമായ ശരീരം ഒട്ടിക്കിടക്കുന്ന അമ്മുവിനെ അവനൊന്ന് നോക്കി.
അവളും അവൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് മുഖമുയർത്തി അവനെ നോക്കി. ആ നിമിഷം ആൽഫി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ ചേർത്തു. പിന്നെ പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ ചുണ്ടുകൾ അടുപ്പിക്കാൻ പോയതും ഇച്ഛായ അവൾ പതിയെ വിളിച്ചു. എന്നാൽ ഫോണിലൂടെ അഗ്നി അത് വ്യക്തമായി കേട്ടു. എടാ, ഇവിടെ ഇവിടെ മനുഷ്യനാകെ തീ പിടിച്ചു നിൽക്കുമ്പോഴാ അവനവിടെ കിടന്ന് വേഷം കെട്ടുന്നത്, അഗ്നി പറഞ്ഞു. നീ തീ പിടിച്ചു നിൽക്കാണോ? ആ തീ കെടുത്താനുള്ള വെള്ളം, ആ വെള്ളം ആകെ കൂടി ഒരാളുടെ അടുത്തേയുള്ളൂ. അതാണ് ഞങ്ങളുടെ സുബർണ എന്ന അപ്പു. നീ വേഗം ചെന്ന് അവളോട് കാര്യം പറയും. അവൾ തന്നെ നിന്റെ ആ തീ കിടത്തും. ചിലപ്പോൾ ആ അഗ്നിയിലേക്ക് അവൾ പെട്രോളായിരിക്കും ഒഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചെന്നാൽ മതി, ആൽഫി പറഞ്ഞു. എടാ എടാ നീ എന്നെ പേടിപ്പിക്കുകയാണോ? അഗ്നി ചോദിച്ചു. അയ്യേ, എന്നെപ്പോലും കൊല്ലും തിന്നും എന്ന് പറഞ്ഞ് നടന്നവനാ ഇപ്പതേ വിളിച്ച് വിറയ്ക്കുന്നത്, ആൽഫി പറഞ്ഞു. അങ്ങനെയല്ല ആൽഫി, അവൾ എനിക്ക് വേണോടാ. ഇപ്പോൾ നിന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ആ പെണ്ണില്ലേ, നിന്റെ മാത്രം അപർണ, നിന്റെ മാത്രം അമ്മു, അതുപോലെ എൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നവളാ എൻ്റെ അപ്പു. എൻ്റെ ചൂടിലാ അവൾ ഉറങ്ങിയിട്ടുള്ളത്. അവളുടെ ചൂടിലാ 1 മാസക്കാലം ഞാൻ ഉറങ്ങിയത്. ആ ചൂട് പോയ പിന്നെ ഈ അഗ്നി മര്യാദയ്ക്ക് ഒന്നും ഉറങ്ങിയിട്ടില്ല. നിനക്കറിയോ, ഇനി ഞാൻ ഉറങ്ങണമെങ്കിൽ അവളുടെ ചൂട് എനിക്ക് വേണം. ആൽഫി, ഒന്ന് സഹായിക്കടാ നീ എന്നെ, അഗ്നി പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മുവിനും സങ്കടം തോന്നി. ഇത്രയും നാളും താൻ കരുതിയിരുന്ന ഒരു മനുഷ്യനെ അല്ല അതെന്ന് അവൾക്ക് തോന്നി. എപ്പോഴും ആ കണ്ണുകളിൽ പകയായിരുന്നു താൻ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവരെയും ചുട്ടരിക്കാനുള്ള ഒരു പക. തൻ്റെ അടുത്ത് വരുമ്പോൾ കാണുന്ന ആ പ്രണയം, അത് തൻ്റെ അപ്പുവിനോടുള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ അമ്മുവിന് വല്ലാത്ത സന്തോഷം തോന്നി. ആ പ്രണയം തൻ്റെ അപ്പുവിന് അർഹതപ്പെട്ടതാണല്ലോ എന്നോർത്തപ്പോൾ അമ്മുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നീ ആദ്യം കുറച്ചു നേരം കൂടി കിടന്നുറങ്ങ്. അതിനുശേഷം ഞാൻ അവളെ ഒന്ന് വിളിക്കാൻ പറയാം അമ്മുവിനോട്. വിളിച്ചിട്ട് അവൾ ഇന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് ചോദിക്കാം. എന്നിട്ട് നിന്നെ അറിയിക്കാം, പോരെ? ആൽഫി പറഞ്ഞു. ഞാൻ ഉറങ്ങുമൊന്നുമില്ല. ഇപ്പോൾ അവളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ഞാനുണ്ട്, അഗ്നി പറഞ്ഞു. എവിടെ? എടാ, അവളുടെ ഫ്ലാറ്റിന് താഴെ കാർ പാർക്കിങ്ങിൽ ഞാനുണ്ട്, അഗ്നി പറഞ്ഞു. നീയപ്പോൾ നേരെ അങ്ങോട്ടാണോ ചെന്നത്? ആൽഫി ചോദിച്ചു. ഇന്നലെ മുതൽ ഞാൻ ഇവിടെയാ, അവളെ നോക്കിക്കൊണ്ട്, അവളുടെ ഫ്ലാറ്റിൻ്റെ ജനലിൽ നോക്കിക്കൊണ്ട് ഞാനുണ്ട്. എനിക്ക് കാണണം ആൽഫി. അവൻ്റെ ശബ്ദം ഇടറിയതറിഞ്ഞതും നീ ഫോൺ വയ്ക്ക്, ഞാനൊരു വഴി കണ്ടെത്തി തരാം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു. അവൻ അടുത്ത് കിടക്കുന്ന അമ്മുവിനെ നോക്കി ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി. പെട്ടെന്നായതുകൊണ്ട് അവൾ ഒന്ന് ഞെട്ടി. അവൻ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ചു. പതിയെ അവളുടെ മാറിനെ ഒന്ന് കടിച്ചു. അവൾ അവൻ്റെ തോളിൽ തല്ലി. ഇച്ഛായ, ഒരു വഴി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേഷം കിട്ടുന്നോ? അവൾ ചോദിച്ചു. എനിക്ക് വഴി കാണിച്ചു കൊടുക്കാമെന്നുണ്ട്, പക്ഷെ നീ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ വഴി തെറ്റിക്കുകയല്ലേ നീ, ആൽഫി പറഞ്ഞു. ആണോ? ഞാൻ ഇച്ചാൻ്റെ വഴി തെറ്റിക്കുകയാണോ? എന്നിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. യാതൊരു കൂസലവുമില്ലാതെ ബെഡിൽ നഗ്നമായി കിടക്കുന്ന ആൽഫിയെ കണ്ടതും അവൻ ഇന്നലെ ഊരി താഴെ എറിഞ്ഞ അവൻ്റെ മുണ്ടെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ഇട്ടു. ഒരു നാണില്ലാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോകാൻ പോയതും, അതെ, ഇന്നലെ ഞാൻ ഈ നാണമൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുന്ന പെണ്ണേ അല്ലായിരുന്നു ഇന്നലെ രാത്രി. എന്തായിരുന്നു? ഓ, ജീവൻ തിരിച്ചു കിട്ടുന്ന ഞാൻ കരുതിയില്ല, അവൻ പറഞ്ഞതും. നീ പോടേ ചായ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി. അവൻ ഒരു പുഞ്ചിരിയോടെ മുണ്ടെടുത്ത് ഉടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. അവൻ്റെ കണ്ണുകൾ ആ ക്ഷേത്രത്തിലേക്ക് പോയി, പിന്നെ മാണിക്കത്താന്മാരുടെ വീട്ടിലേക്കും. അരങ്ങിൽ കളികൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളെ സഹായിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. അത് കണ്ടെത്തുന്നത് വരെ മാത്രമായിരിക്കും ആൽഫിയുടെ ഈ മൗനം. ഇപ്പോൾ എനിക്ക് കൂട്ടായിട്ട്, എനിക്ക് കരുത്തായിട്ട് ഒരാൾ കൂടിയുണ്ട്. അതുകൊണ്ട് കാത്തിരുന്നു, ജയദേവ് മാണിക്കത്താൻ, പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു.
അവൻ ഫോണെടുത്ത് അപ്പുവിനെ വിളിച്ചു. അപ്പു. ആ ഇച്ചായ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഇച്ചായ എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്തു പറ്റി, തിരക്കായിരുന്നോ? അപ്പു ചോദിച്ചു. ആ കൊച്ചേ, കുറച്ച് തിരക്കായിപ്പോയി. ഞാൻ വിളിച്ചപ്പോൾ നീ എടുത്തില്ലല്ലോ. അതോ, കുറച്ച് തിരക്കായിരുന്നു ഇച്ചായ. ഞാനേ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയതാ. അമേരിക്കയിൽ വെച്ച് പഠിച്ചതാ. പിന്നെ ബുക്ക് തുറന്നിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി ഓടിച്ച്, അത്രയേ ഉള്ളൂ. ഇന്നല്ലല്ലോ, നാളെയല്ലേ എക്സാം? അതേ ചായ, അമ്മൂൻ്റെ അത്ര വലിയ പഠിപ്പിസ്റ്റൊന്നും അല്ല ഞാൻ. എന്നാലും ഒന്ന് നോക്കിയാൽ എനിക്ക് തലേ കയറേണ്ടതാണ്, അവൾ പറഞ്ഞു. അല്ല, നേരത്തെ എഴുന്നേറ്റോ? സമയം 7:30 ആയുള്ളല്ലോ, ആൽഫി പറഞ്ഞു. ആ ചായ, ഞാനൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി. ഇവിടെ ഞങ്ങളുള്ളപ്പോൾ എപ്പോഴും പോകുന്ന ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ഒന്ന് പോകാമെന്ന് കരുതി, അപ്പു പറഞ്ഞു. എന്നിട്ട് നീ ഇറങ്ങാൻ പോവാണോ? ആൽഫി ചോദിച്ചു. ആ ചായ, ഞാൻ ദേ റെഡിയായി, താഴേക്ക് പോവാണ്, അവൾ പറഞ്ഞു. എന്തു പറ്റി ചായ? അപ്പു ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ നീ അമ്പലത്തിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ഫോൺ കട്ട് ചെയ്തു. അവൻ പെട്ടെന്ന് തന്നെ അഗ്നിയെ വിളിച്ചു. അഗ്നി, അവൾ താഴേക്ക് വരുന്നുണ്ട്. അവളേതോ ക്ഷേത്രത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞു. എവിടെയാണ് എന്ന് ഞാൻ ചോദിച്ചില്ല. ബ്ലൂ മിനി കൂപ്പറാണ് അവളുടെ കാറ്. ഇത്രേ എനിക്ക് ചെയ്യാൻ പറ്റൂ, ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ്. ഓക്കേടാ, ഞാൻ നോക്കിക്കോളാം. ആ ദേ അവൾ വരുന്നുണ്ട്, ശരിയെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി ഫോൺ കട്ട് ചെയ്തതും ആൽഫി ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി. അവിടെ കൈകെട്ടി നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും നിങ്ങളാൾ കൊള്ളാലോ, അമ്മു പറഞ്ഞതും ആൽഫി അവളുടെ അടുത്തേക്ക് പതിയെ നടന്നു. മുണ്ടു മാത്രമാണ് ഉടുത്തിരിക്കുന്നത്. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന സ്വർണ്ണമാലകൾ, അവിടെ ഇവിടെയായി ചുവന്ന പാടുകൾ. അമ്മുവിൻ്റെ നോട്ടം കണ്ടതും ആൽഫി സ്വയം ഒന്ന് നോക്കി. പിന്നെ അവളെ നോക്കിക്കൊണ്ട് മീശത്തുമ്പ് പിരിച്ചുകൊണ്ട്, ഞാൻ കൊള്ളാന്ന് ഇപ്പോഴാണ് തോന്നിയത്, ഇന്നലെ മനസ്സിലായില്ലേ? ആൽഫി ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കള്ളച്ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ പോയ അവളെ കയ്യിൽ പിടിച്ചു. അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇനിയും റൊമാൻസ് താങ്ങില്ല. നമ്മുടെ ആൽഫിജാനെ ആളത്ര ശരിയല്ല. അതുകൊണ്ട് ബാക്കി ഭാഗം നാളെ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.